ചേട്ടാ മഞ്ഞ എങ്ങനെയുണ്ട്? മഞ്ഞ് കുഴപ്പമില്ല, പക്ഷേ കുട്ടിക്കാർക്ക് അത്രയും പോരാ. അപ്പൊ ചേട്ടാ ഇനി കുട്ടിക്കാരൻ്റെ ഇതിനകത്തും പ്രത്യേകം തേക്കണേ. എടാ കുട്ടിക്കാരെന്ന് വെച്ചാൽ ഞാൻ 2007 പഠിക്കുന്ന സമയത്ത് ക്ലൈമറ്റ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസംബർ ജനുവരി സമയത്ത് ഭയങ്കര കാറ്റാണ്. മുണ്ടെങ്ങാനും എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മുണ്ടിൻ്റെ വഴിക്ക് പോകും. ഞങ്ങളുടെ ഹോസ്റ്റലിലെ റൂമിലൊന്നും ഫാൻ ഇല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഗെറ്റ് ടുഗദർ ചെന്നപ്പോൾ എല്ലാ റൂമിലും ഫാനുമായി 3-4 മുറിയിൽ AC ഉള്ള റൂംസും ഉണ്ട്. അപ്പം അത്രയും ക്ലൈമറ്റ് മാറ്റം വന്നു. എക്സ്ട്രീം ക്ലൈമറ്റ് ആയിരുന്നു പണ്ട്, ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു. 2007 വെച്ചാൽ ഇപ്പൊ എങ്ങനെ വരും? 10-12 കൊല്ലമൊക്കെ കണ്ടേ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഓപ്പൺ കിച്ചൺ, തേയില അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അപ്പച്ചേണ്ട സമയത്ത് തന്നെ സാധനം ഉണ്ടായിരുന്നു അവിടെ? അല്ല, അന്ന് ഇത് ഈ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല. ഇപ്പോഴത്തെ ഓപ്പൺ കിച്ചണിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു അവന്യൂ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അച്ചായൻ, ചങ്ങനാശ്ശേരിക്കാരൻ തരിച്ചായൻ്റെ കടയുണ്ടായിരുന്നു, അവന്യൂ. അപ്പോൾ അവിടെ ചെല്ല് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ അച്ചായൻ്റെ അടുത്ത് ചെല്ലും. അച്ചായനായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ അച്ചായൻ മരിച്ചുപോയി. അവിടെയാണ് ഞങ്ങളുടെ ഒരു പ്രധാന തമ്പടിക്കുന്ന സ്ഥലം. പിന്നെ ദേവാസ് ഹോട്ടൽ ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. പക്ഷെ ദേവാസ് ഹോട്ടലിൻ്റെ അന്നത്തെ പൊറോട്ടയും കടലക്കറിയും അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പം SBIയുടെ ATM അല്ലടാ അത്? SBIയുടെ ATM തൊട്ടിപ്പറേ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബ്രെഡ് ഓംലേറ്റ് കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു. അത് പിന്നെ അതിന് തൊട്ടിപ്പറേ ചോയ്സ് ബേക്കറി ഉണ്ടായിരുന്നു. ചോയ്സ് ബേക്കറിന്റെ പബ്സ്, അതൊക്കെയാണ് അന്ന് അത്രയും കടകളൊക്കെ ഉണ്ടായിരുന്നു.